കാഞ്ഞങ്ങാട് നഗരസഭ കുറ്റിക്കുരുമുളക് വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടത്തിയത്. കുറ്റിക്കുരുമുളക് ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന ഒന്നാണ്. പൊതുവെ താങ്ങുമരങ്ങളിൽ പടർത്തുന്ന രീതിയാണ് കുരുമുളകിനായി ചെയ്യാറുള്ളത്. എന്നാൽ സ്ഥലലഭ്യതക്കുറവ് പലപ്പോഴും കുരുമുളക് കൃഷിയിൽ നിന്നും ആളുകളെ അകറ്റാറുണ്ട്. കുറ്റിക്കുരുമുളക് വീടുകളിൽ പോലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും പരിപാലിക്കുകയും ചെയ്യാം. 10 വർഷം വരെ കായ്ഫലം തരാൻ ഇവയ്ക്ക് സാധിക്കും. കാഞ്ഞങ്ങാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭാ പരിധിയിലുള്ളവർക്ക് കുറ്റിക്കുരുമുളക് വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചെടികളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അത് 2 എണ്ണേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അതിൻ്റെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്ക് വേണ്ടുന്ന കുരുമുളക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ചെടിയാണ്. ഇത് മുൻപ് ഉപയോഗിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ അനുഭവത്തിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 2024-25 വാർഷിക പദ്ധതിക്കകത്ത് ഇങ്ങനെ ഒരു കുറ്റിക്കുരുമുളക് ചെടിയുടെ പദ്ധതി വച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കർഷകർക്ക് നമ്മൾ എല്ലാം സ്വയം പര്യാപ്തത നേടുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇത് വാങ്ങിക്കാൻ പോയാലേ അറിയുള്ളൂ അല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ളതാണ് കുരുമുളക്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിന് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു വസ്തുവാണ്. എന്നിട്ടും നമ്മളിത് വാങ്ങിക്കാൻ പോയാൽ ഇതിൻ്റെ വിലയറിയാം. വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മുരളീധരൻ സ്വാഗതം പറഞ്ഞു. കേലത്ത, പ്രഭാവതി, സി രവീന്ദ്രൻ, മുഹമ്മദ് കുഞ്ഞി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.